ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റിമേട് പ്രദേശത്ത് ഏലം കൃഷിയോടൊപ്പം തന്നെ സമ്മിശ്ര കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ CBMU മുല്ലൂപ്പാറ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി പഞ്ചായത്തിലെ സൊസൈറ്റിമേട് പ്രദേശത്തെ ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. CBMU മുല്ലൂപ്പാറ ചെറുപ്പം മുതലുള്ള കൃഷികൾ ആരംഭിച്ചതാണ്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സിബി. നമസ്കാരം. സിബി ഇപ്പൊ എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? ഞാൻ മെയിൻ ഏലകൃഷി തന്നെയാണ്. അതിനോട് സൈഡായിട്ട് മീൻ കൃഷി നടത്തുന്നുണ്ട്, പോത്തിനെ വളർത്തുന്നുണ്ട്, താറാവ്, കോഴി, പിന്നെ പച്ചക്കറി കൃഷി തരംതിരിച്ച് ഒരേ ഐറ്റങ്ങൾ തിരിച്ച് ഞാൻ കപ്പകൃഷി ചെയ്യാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നിനീന്ന് എന്തെങ്കിലും അടിച്ച് പഴക്കി വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഇതുവരെയായിട്ടും. എത്ര വയസ്സായപ്പോൾ മുതൽ ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങിയതാണ്? എനിക്ക് സ്കൂളിലൊക്കെ പോകാൻ മടിയായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ ഒരു 3 വർഷം പരീക്ഷ എഴുതിയിട്ട് ജയിച്ചില്ല. പിന്നെ എനിക്ക് കൃഷി തന്നെ ഇഷ്ടം. ഞാൻ കൃഷിയെ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ അന്നോട്ടേ മുമ്പോട്ട് പോകുന്നു. ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് അന്നോട്ടേ മുമ്പോട്ട് പോകുന്നു. അന്നൊക്കെ എന്തായിരുന്നു പ്രധാന കൃഷികൾ? അന്ന് പ്രധാന കൃഷി എന്ന് വെച്ചാൽ അറിയത്തില്ലായിരുന്നു. കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറെ നാൾ അത് വീട്ടിലുള്ളവരൊക്കെ ചെയ്ത് പറക്കി തന്നതാ. അതങ്ങനെ എടുത്ത് വിറ്റുകൊണ്ടിരുന്നു. വരുമാനം ഇഞ്ചി, അതും ഇതും, ഏലം, കാപ്പി, കൊക്കോയും, തെങ്ങും, അടയ്ക്കാമരവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാത്ത തെങ്ങും അടയ്ക്കാമരവും എല്ലാം വെട്ടിക്കളഞ്ഞ് ഭൂമി ഇളക്കി പറക്കി ഈ കുറച്ച് കാലങ്ങളായേ ഉള്ളൂ നല്ല രീതിക്ക് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. വളരെ കുറച്ച് നാളായുള്ളൂ. ഇപ്പൊ ഈ താറാവ്, കോഴിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മീന്. ഈ മീൻ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്? മീൻ കൃഷി പറമ്പിലെ വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2 കുളം എടുത്തിട്ടുണ്ട്. അപ്പം ആ കുളം പടുതാക്കുളം അല്ല, നാച്ചുറൽ കുളം. അപ്പൊ ആ കുളത്തിലെ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കും കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളം കിടക്കുവാണല്ലോ, അതിലെ മീനെ വളർത്തുന്നുണ്ട്. അത് എത്ര വലിപ്പമുള്ള കുളമാണ്? വലിപ്പം ഒരു 100 അടി നീളം, 100 അടി വീതി, 100 അടി നീളം, ഒരു 70 അടി വീതി ഉണ്ടാവും. 2 കുളം. 100 അടി നീളവും 70 അടി വീതിയുള്ള 2 കുളങ്ങളുണ്ട് അല്ലെ? 2 കുളങ്ങളുണ്ട്. അതില് ഏതെല്ലാം ഇനങ്ങൾ മീനാണ് കൃഷി ചെയ്യുന്നത്? മീന് കൂടുതലും സിലോപ്പിയാണ്. പിന്നെ സിലോപ്പിയുടെ കൂടെ നെട്ടറുണ്ട്, ആസാം വാളയുണ്ട്, പിന്നെ ഈ അക്വേറിയം മീനുകളുണ്ട്. ഒരു രസം. മീനൊക്കെ ഇങ്ങനെ ഷൂളി അടിക്കുമ്പോഴും മീൻ തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴും ഓടി വരുമ്പോൾ കാണാനും നല്ല രസം. ഇതെല്ലാം ഇങ്ങനെ ഒന്നിച്ച് ഈ അലങ്കാര മത്സ്യം എല്ലാം കൂടെ ഒന്നിച്ച് വളർന്നോളൂ? കുഴപ്പമില്ല. വലുപ്പത്തിൽ ഇച്ചിരി കുറവാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വെള്ളത്തിന് ഇച്ചിരി തണുപ്പ് കൂടുതലായതുകൊണ്ട് തെറ്റില്ല. വർഷത്തില് എപ്പോ കോരിയാലും നമുക്ക് ആരെങ്കിലും വന്ന് മീനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 2 കിലോ 4 കിലോ പിടിച്ചു കൊടുക്കാം. അപ്പൊ 200 രൂപ വെച്ചുള്ള പൈസയും കിട്ടും. ആ വട്ടച്ചെലവും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെയൊക്കെ നടന്നു പോകും. സിലോപ്പിയൊക്കെ പിടിക്കാറാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വളർച്ച എത്തണമെങ്കിൽ എത്ര നാളെടുക്കും? ഇത് ഒരു വർഷം. നമ്മൾ ശരിയായിട്ടുള്ള മീൻ കൃഷി അല്ല ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ഒരു സൈഡായിട്ട് മീൻ കൃഷി അങ്ങനെ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല. അതിനെ പണി അറിയത്തില്ല. നമുക്കറിയാവുന്ന പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലകൃഷി തന്നെയാണ് അതിന്റെ സൈഡ്. മീൻ കൃഷി ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്താണ് കാരണം? അത് കൃഷി ആവശ്യത്തിന് വെള്ളത്തിന് വേണ്ടിയിട്ട് കുളം ഉണ്ടാക്കി കഴിഞ്ഞപ്പം വെള്ളം വെറുതെ കിടക്കുവാണല്ലോ. അപ്പൊ ഒരു ഐഡിയ. അപ്പൊ മീൻ കുഞ്ഞുങ്ങളെ 19,000 രൂപയുടെ മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടു. പിന്നെ ഫിഷറീസിന്റെ മീൻ കുഞ്ഞുങ്ങളെ വർഷത്തിൽ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ കുഴപ്പമില്ല. മീൻ കുഞ്ഞുങ്ങളെ മേടിക്കുന്നത് എവിടുന്നാണ്? മീൻ കുഞ്ഞുങ്ങളെ ഇപ്പം പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ കൂടുതലാവും. പൈസ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ കീഴിലത്തുനിന്ന് മേടിക്കുകയാണ് നല്ലത്. അപ്പോൾ നല്ല ഗിഫ്റ്റ്, സിലോപ്പി, നല്ല എണ്ണം മീനുകൾ. പൈസ കൂടുതലാവും, അന്നേരം അത് വളർന്നോളും. നമ്മളിവിടെ കൊണ്ടിട്ട് ഒരു മീനിന് എത്ര വിലയാവും മീൻ കുഞ്ഞിന്? നേരത്തെയൊക്കെ ഒരു 6 രൂപ, 4 രൂപ, 3 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വാങ്ങിക്കാൻ പോകണമെങ്കിൽ നല്ല ഇനം മീനൊക്കെ ആണെങ്കിൽ ഒരു 40 രൂപ റേഞ്ച്, 30 രൂപ, 20 രൂപ, 50 രൂപ. പല മീനും പല വലുപ്പത്തിന്റെ അനുസരിച്ചുള്ള വിലയാണ്. സിലോപ്പിക്കാണെങ്കിലും ഇതുപോലെ വിലയായി. സിലോപ്പിക്കായാലും ഒരു 12 രൂപയെങ്കിലും വെച്ച് വില കൊടുക്കണം.
അപ്പോൾ അത് ഒരു തവണ ഈ 50,000 രൂപയുടെ മീൻ വാങ്ങിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എത്രമാത്രം ആദായം കിട്ടും ഏകദേശം? അല്ല, ഫസ്റ്റ് ട്രിപ്പ് ഞാനൊരു 50,000 രൂപയുടെ മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടിട്ട് ഞാനൊരു മൊത്തത്തിൽ ഒരു 3 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഞാനൊരു 6 ലക്ഷം രൂപയുടെ മീനെ കിട്ടുമെന്ന് ഓർത്താണ്ടാണ് വിളവെടുപ്പ് നടത്തിയത്. പക്ഷെ എനിക്ക് 70,000 രൂപ മീനെ കിട്ടിയുള്ളൂ. അതോടുകൂടി ഞാൻ തളർന്നു പോയി. പിന്നെ കൂടുതൽ മുടക്കില്ലാതെ ഇപ്പം മീനെ വളർത്തുന്നു, അത്രേ ഉള്ളൂ. വല്ല കാലത്തും അത് ഒരു കൃഷിയായിട്ട് കാണുന്നില്ല, ഇതൊരു സൈഡായിട്ട്. പിന്നെ ഈ മീനിന്റെ വെള്ളമൊക്കെ ആകുമ്പോൾ കൃഷിക്ക് വെച്ചിട്ട് നല്ലതാ, ഏലകൃഷിക്ക് മറ്റു കൃഷികൾക്കൊക്കെ വെള്ളം നല്ലതാ. അത് മുന്നിൽ കണ്ടുകൊണ്ടാ ഇങ്ങനെ പിന്നെ മീനെ തുടർന്ന് ഇങ്ങനെ കൊണ്ട് ലാഭത്തിന് വേണ്ടിയിട്ട് മീനെ വളർത്തുന്നില്ല. അപ്പൊ ഇപ്പോ കൂടുതൽ വില കൊടുക്കുക മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് ഇടാത്തതുകൊണ്ട് മെച്ചമായിരിക്കും അല്ലെ? ഇപ്പം കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ വലിപ്പം കുറയും. എന്നാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ പെറ്റുപെരുകിയ മീനായതുകൊണ്ട് വലിപ്പം കുറയും. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഈ പച്ചക്കറി കൃഷി, കത്രിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലങ്ങ, കപ്പ കൃഷി, വാഴ, ഇങ്ങനെ മറ്റുള്ളത്. ഇപ്പോൾ കുളത്തിൽ നിന്ന് വെള്ളം നേരെ അടിക്കാനും പറക്കാനും എല്ലാം എളുപ്പമുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. മീനെ പച്ചക്കറിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ ഈ കുളത്തിന്റെ ചുറ്റുമാണ് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. ഉവ്വ. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലൂടെ ഈ ഒച്ചിന്റെ ശല്യം കൂടി വന്നുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഈ പച്ചക്കറിയൊക്കെ തിന്നു തീർക്കുക. പിന്നെ ഇതിനുള്ള മരുന്നും ഒക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അത് മേടിച്ചു വെച്ച് എന്റെ ഭൂമിയിലെ ഒച്ച് കംപ്ലീറ്റും തീർന്നു. പക്ഷെ മറ്റുള്ളവർ വെക്കുവാണെങ്കിൽ കംപ്ലീറ്റും തീർന്നു പോയേനെ. ഒച്ച്, ഈ വലിയ ആഫ്രിക്കൻ ഒച്ച്, അത് കുറച്ച് നാളായിട്ട് ഇവിടെ കടന്നുകൂടി. മഴക്കാലത്താ കൂടുതൽ. ഇപ്പൊ നിലവിൽ കാണാറില്ല. ഈ ചപ്പായിട്ട് പിടിച്ച് കിടക്കുന്ന പണി, കൃഷിയില്ലാതെ നടക്കി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇത് ഒളിച്ചിരിക്കും. പിന്നെ പെട്ടെന്ന് പെരുകയും ചെയ്യും. പിന്നെ നമുക്കൊരു വേറൊരു സൈസ് നീളമുള്ള കാക്കേനെ പോലത്തെ വലിയ പക്ഷികൾ വന്നിട്ടുണ്ട് കുറെ, ഒരു 10 ഇവൻ ആളില്ലാത്തപ്പോ ഇവനെ ഇറങ്ങി തപ്പി ഈ ഒച്ചിനെ മൊത്തം തിന്നു തീർക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സഹായം. ഗുണമുണ്ട്. ഈ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം ഈ ബൈസൺവാലി മുട്ടുകാട് പ്രദേശത്ത് കൂടുതലായിട്ടുണ്ടാകുന്നുണ്ട് അല്ലേ? കൂടുതലായിട്ടുണ്ടാവുന്നുണ്ട്. പുറയിലത്തെ ഒരു മഴക്കാലം സമയം ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പം ഈ പക്ഷിയോടെ വന്നേ പിന്നെ ഇവന്റെ തൊണ്ട് മാത്രമേ കിടക്കുന്നുള്ളൂ. ഇവൻ ഉള്ളിലുള്ളതെല്ലാം പക്ഷി തിന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു 1,050 രൂപ 1 കിലോ പാക്കറ്റ് മരുന്ന് ഈ ഒച്ചിനുള്ള വിഷം. അതൊരു ഇതിലൊക്കെ ചെറിയൊരു കഷ്ണം ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇവൻ രാത്രിയിൽ വന്നിട്ട് ഇത് എല്ലാം തിന്ന് അവിടെ ചത്തു കിടന്നോളും. വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഒച്ചിനില്ല. പിന്നെ കണ്ണി കാണുന്നതിനെ ചവിട്ടി കൊല്ലുക, വെട്ടിക്കൊല്ലുക, എറിഞ്ഞു കൊല്ലുക, ഇത് മാത്രമേ ചെയ്യാം. കാണുന്ന ഓർണത്തിലെ ജീവനോടെ കാണുവാണെങ്കിൽ അവനെ കൊല്ലാതെ പോകല്ലോ. ഈ പച്ചക്കറികള് കൃഷി ചെയ്യുന്നത് വിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ എന്റെ വണ്ടിയെ തന്നെ കയറ്റിയിട്ട് അത് കുറഞ്ഞ വിലയ്ക്ക് ഞാൻ ഞങ്ങളുടെ ലോക്കൽ സിറ്റികളിൽ തന്നെ കൊടുക്കും. പിന്നെ മീനെ പിടിച്ചിട്ടായാലും ഞാൻ എന്റെ പിക്കപ്പിൽ തന്നെ, അല്ലെങ്കിൽ ബൈക്കെ കെട്ടി വെച്ചിട്ട് ഞാനൊരു ഇങ്ങനെ ഊതുന്ന ഒരു ഓണ് മേടിച്ചിട്ടുണ്ട്. അത് ഊതി അപ്പൊ ആൾക്കാർ വരും മീനാന്ന് പറയാം. അപ്പൊ അത് ഊതി ഇവിടെ എത്തുകാർ തന്നെ ഒരു പ്രോത്സാഹനോടെ ഉണ്ട് നാട്ടുകാരെല്ലാരും. അപ്പൊ വില കൂടുതലായാലും ഒരു പ്രോത്സാഹനമായിട്ട് എല്ലാരും മേടിക്കാറുണ്ട്. താറാവിനെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? അത് താറാവ്, കുഞ്ഞു താറാവിനെ മേടിക്കും. ഒരു 25 ഇടയിൽ ഞാൻ ഒരു 200 താറാവിനെ മേടിച്ചായിരുന്നു. അത് ഒരു തട്ടുകേട് പറ്റി ഈ പട്ടികൾ വന്നിട്ട് പിടിച്ചിട്ട് ഒരുപാട് കൊന്നു തിന്നായിരുന്നു. അതിൽ പിന്നെ ഇച്ചിരി ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ ഇച്ചിരി നല്ല രീതിക്ക് ആക്കി ഞാൻ 2 പട്ടീനെയൊക്കെ വളർത്തി പറക്കി. അപ്പോൾ അതിന്റെ പിന്നെ കുറച്ചൊക്കെ ഒരു 50 പിന്നെയൊക്കെ കുറേശ്ശെയാക്കി. 25 മേടിച്ച് വലുതാകുമ്പോൾ ഒരു 5 ഒക്കെ പോകും. എങ്കിലും കുഴപ്പമില്ല. പിന്നെയൊക്കെ മുട്ടയിട്ട് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും മുട്ടയുണ്ടോ, താറാവിന്റെ മുട്ടയുണ്ടോ, കോഴിയുടെ മുട്ടയുണ്ടോ? അത് മതിയല്ല, കടയിലെ മുട്ടയോ ഒന്നും വേണ്ട. അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില ചോദിക്കുന്ന ആളുകൾക്ക് ഒരു 10 മുട്ട 25 മുട്ടയൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ താറാവിനെ ഇങ്ങനെ വാങ്ങിച്ച് വളർത്തിയാൽ എത്ര മാസം ആകുമ്പോഴത്തേക്കും മുട്ട ഇടാൻ തുടങ്ങും? അതിപ്പോ ഞാൻ കൃത്യമായിട്ടൊന്നും നോക്കാറില്ല. ഒരു 3 മാസം കഴിയുമ്പോൾ ഇടും. അതിനെ ഈ മീൻ കുളത്തിൽ ഇറക്കി വിടുവോ? ഒരു കുഴപ്പമില്ല. മീൻ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 2 മീനെയൊക്കെ അത് ചൂണ്ടിപ്പിടിച്ചാലും നമുക്ക് നഷ്ടമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ അതിന് ചുറ്റും ഒരു നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ താറാവ് പുറത്തേക്ക് പോവുകയില്ല? ഇല്ല, നെറ്റിടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കൂടുണ്ട് സൈഡിൽ, കൂട്ടിലോട്ട് വന്ന് തന്നെ കയറിക്കോളൂ. അപ്പൊ ആഴത്തിലല്ലേ വിളവ്, അല്ലാത്ത സൈഡ് വഴി വേറെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ കുളത്തിലോട്ട് താറാവിന് ഇറങ്ങി. കട്ടിങ് വഴി താറാവ് ഇറങ്ങുന്ന കൊഴുവൊന്നും ഇല്ലല്ലോ. ഈ താറാവുകൾ സാധാരണ ഏത് സമയത്താണ് മുട്ടയിടുന്നത്? രാത്രിയിലാണ്? രാവിലെ. അപ്പൊ രാത്രിയിലാകുമ്പോൾ കുളത്തിൽ പോയി മുട്ടയിടാൻ സാധ്യതയില്ലേ? അല്ല, കുളത്തിൽ വിടുന്ന സമയത്ത് കുളത്തിൽ എപ്പോഴും ഇടുന്നില്ല, കൂട്ടി തന്നെയാ, അവരെ കൂട്ടി തന്നെയാ. കുളത്തിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം പറ്റിക്കുന്ന സമയത്ത് കുളത്തിൽ അടിയിൽ മൊത്തം മുട്ടയെ കിടക്കുക. ഒരു പ്രാവശ്യം അങ്ങനെ ഞാൻ കണ്ടതാ മുട്ട, അതിലെല്ലാം മുട്ട കിടക്കുക. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് കൂട്ടി തന്നെ മുട്ടയിട്ട്? അല്ല, ഇടയ്ക്കൊക്കെ അങ്ങനെ ഇറക്കി വിടും, പിന്നെ കയറ്റി വിടും. അതുകൊണ്ട് കൂട്ടി തന്നെ മുട്ടയിടും? കൂട്ടി തന്നെ മുട്ടയിടും. അപ്പൊ ഇപ്പൊ എത്ര താറാവുണ്ട്? ഇപ്പൊ ഒരു 10-25 താറാവുള്ളൂ. അപ്പം ഡെയിലി മുട്ട കിട്ടുന്നുണ്ട്? ഉണ്ട്. ഇടയ്ക്ക് മുട്ട തീറ്റ കുറയുന്ന സമയത്ത് മുട്ട ഇടാറില്ല. ഈ താറാവിന് പ്രത്യേക തീറ്റ വെള്ളവും വാങ്ങിച്ചു കൊടുക്കാറില്ല? കൈ കിട്ടുന്ന വെച്ചാൽ ഗോതമ്പും ശരി, പിന്നെ ചപ്പും അതും ഇതും ഒക്കെ ആയിട്ട് അതുകൊണ്ട് പറയും. പിന്നെ തവളേനെയൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ അതിനെ കണ്ടെത്തിന്ന് തന്നെ. ഈ മീനിന് വല്ല തീറ്റകൾ വാങ്ങിച്ചു കൊടുക്കാം? മീൻ തീറ്റ മേടിക്കാറുണ്ട്.
അതിപ്പോൾ മീൻതീറ്റ തന്നെ മേടിച്ചു കൊടുത്ത് മുതലാകത്തില്ല. മീൻതീറ്റ മേടിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു 50 കിലോ മീൻതീറ്റ, അല്ല 50 കിലോയുടെ ഒരു ചാക്ക്, അല്ല 40 കിലോയേ ഉള്ളൂ, 40 കിലോയുടെ ഒരു ചാക്ക് മേടിച്ചുകൊണ്ട് വെക്കും. ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഈ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം അവർക്കൊരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് തീറ്റ എടുത്ത് അവർക്കുടെ കയ്യിലോട്ട് കൊടുക്കും. അവരങ്ങ് ഇട്ട് കാണും, പറക്കും, പോകും. അങ്ങനെ താറാവിനെ വളർത്തുന്നു, കോഴിയെ വളർത്തുന്നു. കോഴി കൂട്ടി തന്നെ പുറത്തോട്ട് വിടാറുണ്ട്. എത്ര കോഴികളുണ്ട്? കോഴി 10 എണ്ണം ഉള്ളൂ. അതെല്ലാം മുട്ടയിടുന്നതാണോ? 10 കോഴി മുട്ടയിടുന്ന കോഴിയാ. നല്ല സ്നേഹമാണ് കോഴിയെല്ലാം. നമ്മൾ ചെന്നാൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിരിക്കും. യാതൊരു ശല്യങ്ങളും ഇല്ല. അപ്പോൾ മുട്ടക്കോഴി വളർത്തുന്നു, താറാവിനെ വളർത്തുന്നു, അതുപോലെ മീൻ വളർത്തുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം ആഴ്ചയിൽ ഒരു നല്ല ആദായമാണ്. നല്ല ആദായം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു താറാവ് മുട്ടയ്ക്ക് എത്ര രൂപ കിട്ടും? താറാമുട്ടയ്ക്ക് 7 രൂപ, കോഴിമുട്ടയ്ക്ക് 5 രൂപ. വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് അല്ലേ? പല 10 രൂപയ്ക്ക് കൊടുക്കണം. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ 7 രൂപയ്ക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ലത്. പൈസ കിട്ടിയാൽ മേടിക്കും, കിട്ടിയില്ലേ മേടിക്കൂല, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് കൂടി, ഈ നാട്ടിലുള്ള ആളുകൾക്ക് കൂടി ഉപകാരമാണ് സിബിയുടെ താറാവ് വളർത്തലും കോഴി വളർത്തലും ഒക്കെ. മീനാണേലും അതുപോലെ തന്നെ അല്ലേ? മീനിനെ പിടിക്കാൻ എങ്ങനെയാണ്? വലയുണ്ടോ? കോരുവലയുണ്ട്, പിന്നെ നമുക്ക് വീശുവലയുണ്ട്. അത് മീനും ഇപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം ഒക്കെ കൂടുമ്പോൾ ഒരു വീശിയ കിട്ടും. റെഗുലർ എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വലയെടുത്തുകൊണ്ട് കഴിഞ്ഞാൽ മീൻ ഒരെണ്ണം പോലും വരത്തില്ല. ഇല്ല. മീൻ ഭയങ്കര ബുദ്ധിയാണ് മീൻ. അപ്പോൾ അങ്ങനെ മീൻ വളർത്തല്, അതുപോലെ കാലി വളർത്തലുണ്ടോ? ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ ഈ ചെറിയ കിടാക്കളെ, പശുക്കുട്ടികളെ കൊണ്ടുവന്നിട്ട് 5 എണ്ണം 6 എണ്ണം വളർത്തും. അപ്പോൾ പോത്തിനെ വളർത്താൻ തന്നെ അതിൻ്റെ ഒപ്പം വളർത്തും. ബ്ലോക്ക് പുല്ല്, കുളിപ്പിക്കല് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നാളായിട്ട് അതിനൊരു ബുദ്ധിമുട്ട്. അത് അത്യാവശ്യം വലുതുമായിരുന്നു. പിന്നെ നമുക്ക് അതിനെ കുത്തുവെപ്പിക്കേണ്ട സമയത്ത് കുത്തുവെപ്പിക്കാൻ പറ്റാതെ വന്ന് ഒരു 6 എണ്ണത്തിനെ വളർത്തി കഴിഞ്ഞാൽ ഒരു 1 എണ്ണം 2 എണ്ണം ഒക്കെയാണ് ചെന പിടിച്ച് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്കത് തളർന്നുപോയി. അപ്പം അത് നിർത്തി. അതുകൊണ്ട് അത് നിർത്തി അല്ലേ? പശുക്കുട്ടികളെ നിർത്തി. അപ്പോൾ അങ്ങനെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഏലം കൃഷി ചെയ്യുന്നു, കുരുമുളക് കൃഷി ചെയ്യുന്നു, അതുപോലെ തന്നെ വാഴകൃഷിയുണ്ട് അല്ലേ? വാഴകൃഷിയുണ്ട്. എനിക്ക് ഒന്നെങ്കിൽ വാഴക്കൊല ഉണ്ടാവും, അതില്ലാത്ത സമയത്ത് കപ്പ പറിച്ചു കൊടുക്കാറുണ്ടാവും. അതും പറ്റിയില്ലെങ്കിൽ കുളത്തിലെ വെള്ളം പറ്റിച്ചിട്ട് മീനെ പിടിച്ചു കൊടുക്കാൻ പറ്റും. എന്തായാലും നല്ല കോള. എല്ലാം തിരിഞ്ഞ് എന്തായാലും പൈസയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട കൃഷി. ഏലവും കുരുമുളകും ഒക്കെയുള്ള ആദായം മിച്ചം പിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഉണ്ട്. മെയിൻ കൃഷിയിലുള്ള ആദായത്തിന്റെ പൈസ കൃത്യമായിട്ടും മിച്ചം, അതിൽ നിന്ന് ഒരു ചെലവില്ലാതെ മിച്ചം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സിബിയുടെ ഒരു അഭിപ്രായത്തിൽ കർഷകർ ഇങ്ങനെ വിവിധ ഇനം കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ മെച്ചമാണെന്ന്? അല്ല, വിവിധ ഇനം കൃഷികൾ ചെയ്യാം, പക്ഷെ അത് അറിയാവുന്നവർക്കിടെ അടുത്തുനിന്ന് ശരിക്കും പഠിച്ചിട്ട് തന്നെയാണ് കൃഷി ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ചെയ്ത് പഠിക്കാം. അപ്പം അത് പച്ചക്കറി നടുവാണെങ്കിൽ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നെൽകൃഷിയാണെങ്കിലും അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മളൊരു 10 ചാക്ക് വളം മേടിച്ചുകൊണ്ട് വന്ന് ഷെട്ടിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇടേണ്ട സമയത്ത് ഇടണം, മരുന്നടിക്കേണ്ട സമയത്ത് മരുന്നടിക്കണം. ഇത് ഇപ്പോൾ മേടിച്ചു കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മണ്ണ് ഇളക്കേണ്ട സമയത്ത് ഇളക്കണം, കാട് കളിക്കേണ്ട സമയത്ത് കാട് കളിക്കണം. പിന്നെ അതിനകത്ത് ഒരു ജോലിക്കാരൻ വന്നു കഴിയുമ്പോൾ അവന് ഒരു 8:30-9 മണി തൊട്ടിട്ട് ഒരു 3 മണി വരെയും ജോലി ചെയ്യുന്നവരുണ്ട്, 2:30 വരെയും ജോലി ചെയ്യുന്നവരുണ്ട്. അവര് എത്രയെങ്കിലും സമയം ജോലി ചെയ്യട്ടെ. നമ്മൾ മാക്സിമം എന്തോരം സമയം കിട്ടുമോ അത്ര സമയം ജോലി ചെയ്താൽ ഇതെല്ലാം ഭയങ്കര വിജയമായി. ഈ കൃഷികളെല്ലാം തന്നെയാണോ ചെയ്യുന്നത്, ജോലി പണികളൊക്കെ, അതോ തൊഴിലാളികളെ കൂട്ടുന്നുണ്ടോ? എളുപ്പമുള്ള ഭാഗങ്ങളിൽ മൊത്തം തൊഴിലാളികൾ കൂടും. ബുദ്ധിമുട്ട് പിടിച്ച സ്ഥലങ്ങളിലെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അത് തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാൻ അതെങ്ങനെയെങ്കിലുമൊക്കെ തന്നെ തീർക്കും. ഏതായാലും മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിൽ തന്നെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? ഇല്ല, മുഴുവൻ സമയം ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഈ ഗുഡ്സ് പെർമിറ്റ് വണ്ടി ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഓട്ടോ കാര്യങ്ങളോ ലോഡോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ആ വഴിയെ ഞാൻ വിടും. അപ്പം പറമ്പിൽ അത്യാവശ്യം ഒരു 3-5 പേരെ വിളിച്ച് പണിയാനും പറക്കാനുള്ള പൈസ വണ്ടിയെന്നും നമുക്ക് കിട്ടും. അപ്പോൾ വണ്ടി ഓടിക്കുന്നു, കൃഷിപ്പണികൾ ചെയ്യുന്നു, മീൻ വളർത്തുന്നു, കോഴി വളർത്തുന്നു, താറാവ് വളർത്തുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതുപോലെ ഒപ്പം തന്നെ കുരുമുളക്, ഏലം ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു മികച്ച കർഷകനെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സിബി മുല്ലുപ്പാറയുടെ കാർഷിക അനുഭവങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റിമേട് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ CBMU മുല്ലുപ്പാറയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. हर
हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കിസാൻ വാണിയിൽ ഇനി ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റിമേട് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ വിജു ഗോപാലൻ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. പ്രിയ കിസാൻ വാണി ശ്രോതാക്കളെ, ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി പഞ്ചായത്തിലെ സൊസൈറ്റിമേട്ടിലെ കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വിജു ഗോപാലൻ പുൽപ്പറമ്പിൽ. അദ്ദേഹം എല്ലാവിധ കൃഷികളിലും ഏർപ്പെടുന്ന ഒരു കർഷകനാണ്. ഏലം, ജാതി, കാപ്പി, തെങ്ങ്, കുരുമുളക് തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നതോടൊപ്പം ആടിനെയും വളർത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. വിജു എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ടും, എത്ര നാളുകളായി കൃഷികളിൽ ഏർപ്പെട്ടു തുടങ്ങി? ചെറുപ്പത്തിലോട്ടും കൃഷിയുള്ളതാണ്. പണ്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് സ്ഥലമുള്ള പണ്ട് തൊട്ടേ കൃഷിയുണ്ട്, ഏലകൃഷിയായിരുന്നു. ഇപ്പൊ ഏലത്തിന് ഒരു വർഷം വില കുറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് ഇടവഴി മൊത്തം ജാതി വെച്ചായിരുന്നു, ബഡ് ജാതി. ഇപ്പൊ ജാതിയുടെ ഇടവഴി വീണ്ടും ഏലം വെച്ച് അങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് പോവാ. ഇതിനിടയ്ക്ക് നിറച്ച് കൊക്കോയും ഒക്കെ ഉണ്ട്. ഈ പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? 10ാം ക്ലാസ് വരെ ബൈസൺവാലിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പഠിക്കാൻ പോയില്ല, നേരെ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയായിരുന്നു. നേരത്തെ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. എന്നാൽ അതിനകത്ത് പണികളും അച്ഛനൊക്കെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ആ വഴിക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ കൃഷിപ്പണി ശരിക്കും പറയാം, വണ്ടിയുണ്ട്. ഈ ചെറുപ്പത്തിലൊക്കെ എന്ത് കൃഷിയാണ് ഈ പ്രദേശത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത്? അല്ലെ വീട്ടിലൊക്കെ മുളക് കൃഷിയായിരുന്നു ഉണ്ടായിരുന്നു. ഏലമുണ്ട് കുറെ കാലം. കുരുമുളക്. പിന്നെ നെൽകൃഷിയില്ല? നെൽകൃഷിയുണ്ട്, കണ്ടമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. കണ്ടമുണ്ട്, നെൽകൃഷിയുണ്ട്. അതുപോലെ തന്നെ അന്ന് കൂടുതലായിട്ടുള്ളത് ഈ മുളകായിരുന്നു ഉണ്ടായിരുന്നു. ഈ ഒരു 10-25 വർഷമായുള്ള ഏലമായിട്ട് അതിക്കും മൊത്തം മുളകായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി മുളക് പറിക്കാനുണ്ടായിരുന്നു. അതെ അതെ, മുളകുണ്ടായിരുന്നു. അതുപോലെ അന്നൊക്കെ കപ്പ കൃഷി ഉണ്ടായിരുന്നു. കപ്പ കൃഷി ഉണ്ടായിരുന്നു. തോമരയ്ക്ക, കപ്പ, അങ്ങനെ ചേമ്പ്, ചേന, എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നീട് എല്ലാം ഈ ഏലവും അതുപോലെ ഇപ്പൊ ജാതി കൃഷി ചെയ്യുന്നുണ്ട്. ജാതി കൃഷി അന്ന് ഏലത്തിന് വില കുറഞ്ഞ കാരണം ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റാവുന്നപ്പോൾ ഞങ്ങൾ ജാതി വെച്ച ഇടവഴി. ഞങ്ങളുടെ വിരിപ്പ് സ്ഥലമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജാതി വെച്ചു വിട്ടു. അപ്പൊ ജാതി എല്ലാം കാവലമായി. എത്ര ജാതി നട്ടിട്ടുണ്ട്? ഞങ്ങളൊരു 600-ത്തോളം വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഒരു 7 ഏക്കറോളം ഉണ്ട്. അതിന്റെ അകത്ത് എല്ലാ ഇടവേളയായിട്ട് ഇങ്ങനെ ഇടയ്ക്കായിട്ട് ജാതി നട്ടു. അത് ബഡ് ജാതിയാണോ നട്ടത് അതോ നാടനാണോ? ബഡ് ജാതി. അത് നട്ടിട്ട് ഇപ്പം എത്ര വർഷം മുമ്പ് നട്ടതാണ്? 25 വർഷമായി. 20 വർഷമായി. 2005 ക്ലാസ്. അപ്പൊ ഇപ്പൊ ഇതെല്ലാം കായ്ക്കുന്നുണ്ടല്ലേ? ഒരുമാതിരി എല്ലാം കായ്ക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്, നമുക്ക് മുഴുത്ത കായം പത്രിയും ഒക്കെ ഉള്ള ഇനമാണോ? നല്ല കായ്ക്കുന്ന സൈസായിരുന്നു കൊണ്ടുവച്ചത്. പക്ഷേ ഈ കാറ്റൊക്കെ കാരണം ഇടയ്ക്ക് കുറെ പോകുന്നുണ്ട്, നഷ്ടം വന്നു. കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കായ്ക്ക്, ജാതിക്കായ്ക്ക് നല്ല മുഴുപ്പും അതുപോലെ പത്രിക്ക് നല്ല കട്ടിയൊക്കെ ഉള്ള ഇനമാണ്. അതെ അതെ, അത് പോയി കണ്ടുപിടിച്ച് അവിടെ നിന്ന് പോയി കമ്പ് കൊണ്ടുവന്ന് ഞങ്ങൾ ബഡ് ചെയ്തുകൊണ്ടിരുന്നത്. എവിടുന്ന് അത് കൊണ്ടുവന്ന് ബഡ് ചെയ്ത്? വെള്ളത്തൂൽ സൈഡിൽ നിന്നൊക്കെ കൊണ്ടുവന്നു. അപ്പൊ എന്റെ പെങ്ങൾക്ക് വീടുണ്ട് വെള്ളത്തൂൽ, അവർക്ക് അവിടെ ജാതി ഉണ്ട്. അപ്പൊ അവിടെ നല്ല കായ കൊണ്ടുവന്നുണ്ട്. അപ്പൊ അതേ ഗുണം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് കായ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ. ഈ വർഷം കായ കുറവാണ്, കഴിഞ്ഞ വർഷം നല്ല കായാണ്. ഇപ്പൊ കായ്ച്ചിരിക്കുന്നത് കുറവാണ്. ഇപ്പൊ കായ്ച്ചിരിക്കുന്നത്. ഞങ്ങൾ ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് ചോട്ടികളെ വെള്ളം ഇടാനായിട്ട്. എല്ലാത്തിനും ഞങ്ങൾ പരിപാടി ചെയ്തിട്ടുണ്ട്. കുളവും കുഴൽക്കിണറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ജാതിയൊക്കെ എത്ര പൊക്കത്തിൽ വളർത്തി വിട്ടിട്ടുണ്ട്? ഞങ്ങളുടെ ഒരു 30-25 അടിയൊക്കെ ഉള്ളൂ. ഒരു 20-25 അടിയൊക്കെ ഉള്ളൂ. അത് കഴിയുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യുമോ? ഇല്ല, അത് ബഡ് കാരണം വളർച്ച കുറവാണ്. നല്ല മറ്റേ മരമാണെങ്കിൽ മാത്രമേ ഭയങ്കരമായിട്ട് വളരുള്ളൂ. മരമുള്ളതല്ല, നല്ല ഭയങ്കര മരങ്ങളായി. ബഡ് കൈ ഒരു ആവറേജ് ഒരു 25 അടി പൊക്കത്തിൽ നിൽക്കുക. എത്ര അടി അകലത്തിലാണ് അന്ന് ജാതി നട്ടത്? അന്ന് വച്ചത് 20 അടിയാണ്. പക്ഷെ ഒരു 25 അടിയെങ്കിലും കുറഞ്ഞ അകലം വേണം. ഇപ്പൊ കൂട്ടിമുട്ട കായ്ക്കില്ല. അപ്പൊ അതിന് ഇടവഴി ഏലം വെക്കാനും പറ്റുന്നില്ല. കൂട്ടിമുട്ടി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ അടഞ്ഞു നിൽക്കും അല്ലേ? അടഞ്ഞു നിൽക്കും. കാരണം ഒരു 25 അടിയെങ്കിലും ഇനി വെക്കുന്നവർ വെക്കണം. നമ്മളൊരു 20 അടിക്ക് വെച്ച് നമുക്കിതേ പറ്റി യാതൊരു ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് വെച്ചാൽ 20 അടി. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ആദായം കിട്ടുന്നുണ്ട്. പിന്നെ ഏലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ വില ഉള്ളാറിന് ഏലത്തെ അപേക്ഷിച്ച് അത്ര മെച്ചമല്ല. എന്നാലും ഭാവിയിലൊക്കെ നല്ല ആദായമായിട്ടുണ്ട്. അങ്ങനെ വലിയ പണിയില്ലല്ലോ. അതെ അതെ. തന്നെയല്ല, ജാതിക്ക് അങ്ങനെ മറ്റേ കാറ്റ് പിടിച്ചാലുള്ള അല്ലാതെ മറ്റ് കേടോ അല്ലെങ്കിൽ മരുന്ന് പ്രയോഗം ഒന്നും വേണ്ടി വരുന്നില്ല. മരുന്നടിക്കുന്ന ഒരു വർഷത്തിൽ 2 പ്രാവശ്യം തുരിശ് എന്തെങ്കിലും അടിക്കണം, ഫംഗസൈഡായിട്ട്. ഇല്ല അതിന്റെ ഇലയെല്ലാം ഉണങ്ങി പോകും. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ കാവിടുത്തവും കുറയും.
തുരിശ് പങ്കസാര എന്തായാലും അടിച്ചുകൊണ്ടായിരിക്കുന്നത് എല്ലാ വർഷവും. അപ്പോൾ അത് ഇത്രയും 25 അടി പൊക്കത്തിലൊക്കെ നമുക്ക് എങ്ങനെ അടിക്കാൻ പറ്റുക? കറണ്ടിന്റെ വലിയ മോട്ടറും അടിച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെ അടിക്കാം. നിലത്തുനിന്ന് അടിക്കാൻ എത്തിക്കോളൂ അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ കുറെ കയറിയൊക്കെ ആയിട്ട് അടിക്കും. പിന്നീട് ഈ എന്തെങ്കിലും മറ്റേ ഇപ്പൊ ഈ ചിലപ്പോൾ ജാതിക്ക ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഈ വേനൽക്കാലം ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ പിഞ്ചായിരിക്കുമ്പോൾ മൂപ്പത്താതെ തന്നെ പൊട്ടിപ്പോകുന്ന അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട്. അന്നേരം അതെന്നാ ഞങ്ങൾ ഒരു കൃഷിക്കാരെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അന്നേരം അവർ പറഞ്ഞത് അതിനൊരു മൂലവും കുറവാണ്, അത് കാരണം അത് പോകുന്നതെന്ന് പറഞ്ഞു. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു മൈക്രോ ഫുഡ് റിച്ചിന്റെ ഒരു 100 ഗ്രാം വെച്ച് ഒരേ വർഷം ഇട്ട് കൊടുത്താൽ തളുക്കുമ്പോൾ കാ പിടിക്കുന്ന സമയത്ത് അങ്ങനെ കറക്റ്റ് ഇട്ട് കൊടുത്താൽ കാ പിടിക്കുന്നു. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാം നല്ല വിളവ് മൂപ്പത്തിൽ തന്നെ കായ പൊട്ടി കിട്ടുന്നുണ്ടല്ലേ? ഇല്ല, ഇടപ്പാകത്തിൽ തന്നെ പൊട്ടി പോകും. അങ്ങനെ പൂ കിട്ടാതെ വരികയാണ്, കായ് മൂക്കാതെ വരികയാണ്. ഇപ്പൊ നല്ല സെറ്റപ്പായിട്ട് കായ്ക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് ജാതിക്ക നമ്മൾ വിളവെടുത്ത് ഒരു വിളവെടുപ്പാണോ കിട്ടാറുള്ളത് അതോ വർഷം മുഴുവനും വിളവ് കിട്ടാറുണ്ടോ? നമുക്കൊക്കെ 2 വിളവെടുപ്പ് കിട്ടുന്നുള്ളൂ, 2 സീസൺ. ചില ജാതി ഉണ്ടെന്നാൽ എന്നും കായല്ലേ, നമുക്കതങ്ങ് വിജയിക്കുന്നില്ല. 2 പ്രാവശ്യം കിട്ടുന്നുള്ളൂ കായ. ഈ 2 പ്രാവശ്യം കിട്ടുമ്പോൾ ഇത് നമ്മൾ വിളവെടുത്തിട്ട് ഇപ്പൊ മഴക്കാലമൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വിളവെടുപ്പ് നടത്തുന്നത്? എല്ലാ ദിവസവും പോയി പറിച്ചെടുക്കുമോ അതോ പെറുക്കിയെടുക്കുമോ? എല്ലാ ദിവസവും പോയി പറിച്ചെടുക്കും, തോട്ടി കെട്ടി പോയി പറിച്ചുകൊണ്ട് പണിക്കാറുണ്ട്. ഇപ്പൊ മഴക്കാലമൊക്കെ ആണെങ്കിലോ? ഉണങ്ങുന്ന ഞങ്ങൾക്ക് മറ്റേ കറണ്ടിന്റെ സ്റ്റോറുണ്ട്. അല്ലെ, മഴക്കാലത്ത് ഇത് എല്ലാ ദിവസവും പറിക്കാൻ ചിലപ്പം പിറ്റേ ദിവസം പോകും. പിറ്റേ ദിവസം പറിക്കാൻ ചിലപ്പോൾ പൂ മുഴുവൻ പോകും. മഴക്കാലത്ത് അങ്ങനെ ഒരു നഷ്ടം വരും അല്ലേ? ഒന്ന് പറിക്കാൻ നാളെ ചെന്ന് കഴിഞ്ഞാൽ പൂ മൊത്തം പോകും, കായ കാണുള്ളൂ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. പറിച്ചെടുത്താൽ മാത്രമാണ് നമുക്ക് ഫുള്ള് വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. പൂവ് പത്രി നന്നായിട്ട് കിട്ടുകയുള്ളൂ, നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂവിന് വില തീർത്ത് കുറഞ്ഞു പോകും. പിന്നെ ഞങ്ങൾ ഈ വർഷം ഉണങ്ങാൻ വേണ്ടി സ്റ്റോറ് പണിതിട്ടുണ്ട്, മറ്റേ കറണ്ടിന്റെ തന്നെ. അപ്പൊ അത് കാരണം അതിനകത്തിട്ട് ഉണങ്ങാം, കേട് വരാതെ. നല്ല ക്വാളിറ്റി ആയിട്ട് കായും പൂവും എല്ലാം കിട്ടും. കാലാവസ്ഥ നോക്കേണ്ട കാര്യമില്ല, പറിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ. പിന്നെ ഇത് നമ്മൾ വിളവെടുത്തിട്ട് ഉണങ്ങി പൊട്ടിച്ച് കൊടുക്കാറുണ്ടോ അതോ ചുമ്മാ തൊണ്ടോട് കൂടി ആദ്യം പൊട്ടിച്ചായിരുന്നു കൊടുത്തത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കൊഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഈ പറക്കി കൊണ്ടുവന്ന് പൊട്ടിക്കുമ്പോൾ വേസ്റ്റ് കൂടുതൽ വരും. അത് കാരണം ഞങ്ങൾ ഈ തൊണ്ടുകൂരി തന്നെ കൊടുക്കും. തൊണ്ടാട്ടം കൊടുത്ത് അവരങ്ങ് മേടിച്ചോണ്ട് കൊടുക്കും. ഇല്ല പൊട്ടിക്കാൻ പകുതി വേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാ നമ്മൾ കടകളിൽ കൊണ്ടു കൊടുക്കും അതോ ഇവിടെ വന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകും? ഇവിടെ ആൾക്കാർ വന്ന് മേടിച്ചോണ്ട് പോകും. അവിടുന്ന് ആൾക്കാർ വന്ന് കൊണ്ടുപോകുള്ളൂ അല്ലേ? നമ്മൾ പറയുന്ന പൈസ അവർ ഇട്ട് തരും അക്കൗണ്ടിൽ. എന്നിട്ട് 1 വർഷത്തിൽ 1 പ്രാവശ്യം വന്ന് കായ എടുത്തോണ്ട് പോകും. പൈസയൊക്കെ റെഡി ആയിട്ട് കിട്ടും, കുഴപ്പമില്ല. പിന്നെ ഏലത്തിന് ഈ വില നിൽക്കുന്ന താരതമ്യം ചെയ്യുമ്പോൾ നഷ്ടമാണ്. എന്നാലും ഏകദേശം ഒരു വർഷത്തിൽ ഒരു വിളവെടുപ്പിന് എത്ര കിലോ ഒക്കെ വരെ കിട്ടും? നമുക്കൊരു 600-700 കിലോ ഒക്കെ കിട്ടുന്നുണ്ട് ഒരു വിളവെടുപ്പിന്. ഈ ഒരു പത്രി നമുക്ക് ഏകദേശം 5-1 കിട്ടുമോ അതോ 10-1 കിട്ടുമോ? പത്രി ശരിക്കും ഒരു പറയുന്നത് ഞങ്ങൾക്ക് 4 കിലോയ്ക്ക് 1 കിലോ കിട്ടും. ഒരു മികച്ച പത്രിയാണ്. ഞങ്ങളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചാൽ പിന്നെ സംരക്ഷണം അത്ര പറ്റാത്തതുകൊണ്ടാണ് ഇതിന്റെ ഐഡിയകൾ അറിയത്തില്ലായിരുന്നു. നേരത്തെ എല്ലാം നനച്ചോണ്ടിരുന്നപ്പോൾ എല്ലാം പൂ ചാടി പോകാറുണ്ട്. അന്നേരം തന്നെ ഫോർമോണൊക്കെ കണ്ടുപിടിച്ച് അവന്മാരെ വിളിച്ചുകൊണ്ടെന്ന് ഇപ്പോൾ അവർ സമ്മതിച്ചു. അത് മൈക്രോ ഫുഡ് ഇട്ട് കൊടുത്തു. പിന്നെ തളുക്കുന്ന സമയത്ത് തുരിശടിക്കുന്നുണ്ട്. ശരിക്കും പണിയുണ്ട്. എന്നാലും ജാതി മറ്റു വിളകളെ നോക്കുമ്പോൾ നമുക്ക് വേറെ മറ്റു പരിചരണം ഒന്നും ആവശ്യമില്ല. അധ്വാനം വേറെ ഒന്നുമില്ല. പിന്നെ പ്രായമാകുമ്പോഴെങ്കിലും ചുമ്മാ പറക്കിക്കൊണ്ടുവന്നാൽ കണക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ എടുക്കുന്നു 7 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഏലക്കായ്ക്ക് വില കുറഞ്ഞിട്ട് വിറ്റ് പറക്കി പോയി. അപ്പൊ ഇതാ കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ്. ജാതി എന്തായാലും നല്ല ആദായകരമായിട്ടുള്ള കൃഷിയായിട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലേ? കുഴപ്പമില്ല. 10-15 കൊല്ലം കഴിയണം ആദായം കിട്ടണമെന്നുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് കാപ്പി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാപ്പി എങ്ങനെയാണ്, ഇടവിളയായിട്ടാണോ? കാപ്പി ഞങ്ങൾക്ക് നേരത്തെ തോട്ടമായിട്ടുണ്ടാകും. ഇപ്പൊ എല്ലാം പറിച്ച് ഇടവിളയൊക്കെ ആയിട്ട് അതിലേക്കിടയൊക്കെ ഉള്ളൂ. അത് ഏതിനും കാപ്പിയാണ്? ഞങ്ങൾക്ക് ഈ നാടൻ കാപ്പി, റോബസ്റ്റ കാപ്പി. റോബസ്റ്റയ്ക്കാണ് വില കൂടുതലുണ്ടല്ലോ. വില കൂടുതലുണ്ട്. ഇപ്പൊ എല്ലാം നല്ല വിലയുണ്ടല്ലോ. ഇടയ്ക്ക് വില കുറഞ്ഞു പോയത്. ഈ വർഷം വിളവെടുപ്പ് കഴിഞ്ഞോ? ഈ വർഷം ഞങ്ങൾക്ക് കാപ്പി കുറവാണ്, തീർത്ത് കുറവ്. ഞങ്ങൾ കാപ്പി ഒരു പണി ചെയ്യുന്നില്ല. പൊതുവെ ഈ വർഷം കാപ്പി വിളവ് കുറവായിരുന്നു. അപ്പോൾ എന്തായാലും വിളവെടുപ്പ് കഴിഞ്ഞു. ഉള്ളതിൽ 90% കാപ്പിയും പറിച്ചു കളഞ്ഞു. സാധാ കാപ്പികളേ ഉള്ളൂ. ഒരു കാലത്ത് കാപ്പിക്ക് തീരെ വില കുറവായി. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെയാണ് കാപ്പിക്ക് ഒരു വില കയറി വരുന്നത്. ഞങ്ങൾ വണ്ടിക്ക് കാപ്പിക്ക് കുത്തിക്കാൻ കൊണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ എല്ലാം പറിച്ചു കളഞ്ഞു. ഇപ്പോ എല്ലാരും തൊണ്ടോട് കൂടി തന്നെ വിൽക്കല്ലേ? ഏലത്തിന്റെ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാം നഷ്ടമായി. ഏലം മാത്രമേ മെച്ചമുള്ളൂ. അത് കാരണമാണ് എല്ലാവരും ഇത് ഏലത്തിലേക്ക് മാത്രം വേണം. പ്രത്യേകിച്ച് ഇപ്പൊ ഈ 2 വർഷമായിട്ട് ഏലത്തിന് മികച്ച വില കിട്ടുന്നതുകൊണ്ട് ഈ വർഷം നല്ല ഉത്പാദനം ഉണ്ടായിരുന്നു. ഈ കാപ്പി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ വളപ്രയോഗം ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഞങ്ങൾ നേരത്തെ സ്പ്രിംഗ്ലർ വെച്ച് വെള്ളം അടിക്കാറുണ്ട്. പിന്നെ യൂറിയ ഒക്കെ തൂളി കൊടുക്കാറുണ്ട്. ഈ പണിക്കൂലിയെ വെച്ച് നോക്കുമ്പോൾ അതിനൊന്നും കിട്ടാനില്ല. ആളെ വെച്ച് ഒരാളെ പണിക്കൂലി വിളിക്കുന്ന 1000 രൂപ കൊടുക്കും. 1000 രൂപയുടെ കാപ്പിക്കൂലി ഒരു വർഷം കിട്ടുള്ളൂ. പറിച്ചെടുക്കാനാണെങ്കിലും പണിക്കൂലി കൊടുത്തു കഴിയുമ്പോൾ നഷ്ടം ഒന്നും കാണുകയില്ല. പിന്നെ ഒരു മാസം വെറുതെ പണിയാന്നുള്ളൂ. അത് കാരണം ഞങ്ങൾ കുറച്ച് കൊണ്ടുവന്നാണ്. പിന്നെ ഞങ്ങൾക്ക് കോഫി ബോർഡിന്റെ സബ്സിഡി ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ പിന്നെ കുറേയൊക്കെ നിർത്തിക്കൊണ്ട് നിന്നതാണ് ഈ മിഷനറി സാധനങ്ങളൊക്കെ. ഈ സ്ഥലത്ത് അല്ലെ പറമ്പില് പണികളൊക്കെ തന്നെ ചെയ്യുമോ അതോ ജോലിക്കാരെ കൂട്ടുമോ? ഹിന്ദിക്കാരെ കൂട്ടിയ പണി ചെയ്യുന്നത്. സ്ഥിരമായിട്ടുണ്ടോ? സ്ഥിരമായിട്ടുണ്ട്. എത്ര പേരുണ്ട്?
3 പേരുണ്ടായിരുന്നു. ഇപ്പൊ 2 പേര് പോയി, ഒരാളെ ഉള്ളു. ഇല്ല ഇവരെ പോലെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരുന്നത് പഠിപ്പിക്കും. ഇപ്പൊ 15 പേര് കാടുക്കുന്നുണ്ട്. മുമ്പൊക്കെ നമുക്കിവിടെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലെ തന്നെ തൊഴിലാളികളെ കിട്ടുമായിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെ ആളുകളെ കിട്ടാനില്ല അല്ലേ? അങ്ങനെ ആളുകൾ ഒരു 10% ആളുകൾ പോലും ഇല്ല. അവർക്കൊക്കെ ഭയങ്കര കൂലിയും ഭയങ്കര ചെലവുകളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഹിന്ദിക്കാരെ കണ്ട പണി ഓടിപ്പോണേ. അത് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ ഇല്ലാതെ പോയത്? വീടുകളിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടാണോ? അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞെന്നുള്ള ഒരു പരിധി വരെ ശരി. പിന്നെ ഏലക്കായ്ക്കൊക്കെ വില കൂടി. ഇപ്പൊ എല്ലാ ആളുകൾക്കും സ്വയം പര്യാപ്തതയായി. ഈ ലോക്കലിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി സ്ഥലമൊക്കെ പിടിച്ച ആളുകൾ അവരവരുടെ പണി തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ രക്ഷപ്പെട്ടു. പിന്നെ തീർത്ത് സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരെ ഇപ്പൊ പണിക്ക് നടക്കുന്നുള്ളൂ. കുറെ പേരൊക്കെ പുറത്തേക്ക്, കുറെ പേര് പുറത്തേക്ക്, കുറെ പേരുടെ പിള്ളേരൊക്കെ പുറത്തേക്ക് പോയി. നിങ്ങൾ വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവര് പോയി പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗുണമുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ ആളുകൾക്ക് പണിയാനും പറ്റുന്നില്ല. ഇപ്പൊ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു പണിയൊന്നും പറ്റുന്നില്ല. ഈ വിഷമൊക്കെ പിന്നെ ആ കോവിഡിന്റെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്കൊന്നും പറ്റുമല്ലോ. ഈ കുരുമുളക് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇടവിളയായിട്ടാണോ? നേരത്തെ ഞങ്ങൾ തോട്ടമായിരുന്നു. ഇപ്പൊ ഈ ചൗക്കകളൊക്കെ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നു. ചൗക്കയുണ്ട് കുറെ, അതൊക്കെ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നു. അത് ഈ കുരുമുളക് ഏതെല്ലാം ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്? ഞങ്ങൾക്ക് ഈ പന്നിയൂർമുണ്ടും വെള്ളാറുമുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ല വേറെ ഒന്നുമില്ല. പണ്ടൊക്കെ ചീരമുണ്ടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പോയി ഇപ്പൊ പിടിപ്പിക്കുന്നതല്ല, ഈ പന്നിയൂർമുണ്ടാണ് പിടിപ്പിക്കുന്നത്. അത് പന്നിയൂർമുണ്ടാണോ മികച്ച വിളവ് കിട്ടുന്നത്? പക്ഷെ നല്ലൊരു കേട് വന്നാൽ മൊത്തം താഴെ കിടക്കും ഒരു വർഷം. പന്നിയൂർമുണ്ട പിന്നെ മേലെ മറ്റേ വെള്ളാറുമുണ്ടേ നല്ലത്. കൃഷിയിൽ എല്ലാ കൊല്ലം മുളക് കിട്ടും. പിന്നെ കരിമുണ്ടയാണെങ്കിലും കിട്ടും. ഈ വർഷം മുളകിന്റെ വിളവെടുപ്പ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. തുടങ്ങിയോ? 2 മാസം കഴിഞ്ഞു. തുടങ്ങിയോ? അതോ തുടങ്ങിയില്ല. ഇവിടെ ഒന്നും മുളക് ആയിട്ടില്ല അല്ലേ? ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആവണം. ചില മേഖലകളിലൊക്കെ ഇപ്പോൾ തന്നെ മുളക് ഇങ്ങനെ പറിച്ച് ഉണങ്ങാനിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊന്നത്തടി ഭാഗത്ത് ചെന്ന് ഇപ്പൊ അവിടെ ഇഷ്ടംപോലെ മുളക് പറിച്ച് ഉണങ്ങാനിട്ടേക്കുക. കൊന്നത്തടി, വെള്ളത്തോല അവിടെയൊക്കെ ആയി. ഇവിടെ കുറച്ചുകൂടെ തണുപ്പ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. ഇവിടെ മൂപ്പിന് താമസമുണ്ട്. എല്ലാ സാധനക്കും ഇവിടെ മൂപ്പിന് താമസം ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ കൊടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വേവിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കൊടിയൊക്കെ ഇടുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഏലമാണ് പ്രധാനമായിട്ടും. ഈ വിലയും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഏലകൃഷിയിലേക്ക്. ഏലം ഈ വർഷം പോയാൽ അടുത്ത വർഷത്തേക്ക് വച്ചു പിടിപ്പിച്ച കായ ഉണ്ടാവും. കൊടി ഒരു 3-4 വർഷം പണിയേണ്ടി വരും. പിന്നെ കൊടിക്ക് പണിയാൻ പൈസ കാണില്ല. ഏലത്തിനാകുമ്പോൾ പോലെ സ്വർണ്ണം പണിയുമ്പോഴത്തേക്കാണെങ്കിലും ഈ വർഷം തപ്പിച്ചാൽ അടുത്ത കൊല്ലം പണിയാലും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യ 2-3 പിള്ളേരും ഉള്ളു. മക്കളെ ഒരെണ്ണം 9 പഠിക്കുന്നു, ഒരെണ്ണം 5 പഠിക്കുന്നു. പിന്നെ ഓരോ ചെറുക്കണ്ട, അത് എറണാകുളം ബാംഗ്ലൂർ ജോലിയാ, ഷെപ്പായിട്ട്. അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല പോകുന്നു. മുഴുവൻ സമയം കൃഷി തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും? വണ്ടിയുണ്ട്, സ്റ്റോറുണ്ട്. ഏലം ഉണങ്ങുന്ന സ്റ്റോറുണ്ട്. ഏലം ഉണ്ടാകുന്ന ജാതിക്കാണുന്നുണ്ട്. വണ്ടി ഏലക്ക പുറത്തുള്ളവരെ ഉണങ്ങി കൊടുക്കുന്നുണ്ട് അല്ലേ? നേരത്തെ ഉണങ്ങാണ്, ഇപ്പം ഉണങ്ങുന്നു. സ്വന്തം മാത്രം ഇപ്പൊ ഉണങ്ങിക്കൊണ്ടിരിക്കുക. എന്തായാലും സന്തോഷം. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി ജില്ലയിലെ ബൈസൺമാലി പഞ്ചായത്തിലെ സൊസൈറ്റിമേട് പ്രദേശത്തെ ഇവിടെ കൂടുതൽ ജാതി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന, അതോടൊപ്പം തന്നെ ഏലവും കുരുമുളകും തെങ്ങ് അതുപോലെ ആട് കൃഷിയെല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഒരു മികച്ച കർഷകനായ ശ്രീ വിജു ഗോപാലൻ പുൽപ്പറമ്പിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ബൈസൺവാലി സൊസൈറ്റിമേട്ടിലെ സമ്മിശ്ര കർഷകനായ ശ്രീ വിജു ഗോപാലനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.